ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിഗൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. നമ്മുടെ മാർക്കറ്റ് ഏറ്റവും അവസാനം കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ക്ലോസ് നടത്തിയിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ വർക്കിംഗ് ആയിരുന്നു. യു എസിൽ നിന്ന് ടെക്നോളജി ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. അവിടുത്തെ സെൻട്രൽ ബാങ്ക് തലവൻ ജെറോം പൗൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനായിട്ട് വലിയ ധൃതി പിടിക്കുന്നില്ല എന്നുള്ള ആ ഒരു പ്രസ്താവന അവിടുത്തെ ടെക്നോളജി ഇൻഡെക്സ് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. നാസ്ഡാക്ക് 400 പോയിന്റിന്റെ ഒരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ആയിരുന്നെങ്കിൽ കൂടിയും ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്തിരുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി 200 പോയിന്റ് ആണ് ഇടിവ് രേഖപ്പെടുത്തിയത്. എന്നാൽ 200 പോയിന്റ് ഇടിഞ്ഞ ഗിഫ്റ്റ് നിഫ്റ്റി 100 പോയിന്റ് റിക്കവറി രേഖപ്പെടുത്തി. ഇന്ന് രാവിലെ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്തത് 100 പോയിന്റിന്റെ ഗ്യാപ്പ് ഡൗൺ ആണ്. എന്നാൽ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് ഇന്ന് നിഫ്റ്റി സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. എന്നാൽ ആദ്യത്തെ അരമണിക്കൂറിൽ തന്നെ നല്ല കനത്ത സെൽ ഓഫ് നിഫ്റ്റി നടത്തി. അപ്പോൾ നിഫ്റ്റി 200 മൂവിങ് ആവറേജിന് താഴെ പോയി, സ്ട്രൈറ്റ് 7ാമത്തെ ദിവസം താഴെ പോയി. ഇന്നും നമുക്ക് നാസ്ഡാക്ക് ഇടിഞ്ഞത് കൊണ്ട് IT സെക്ടർ ഇവിടെയും ഇന്ന് നെഗറ്റീവായിരുന്നു. സെൽ ഓഫ് കണ്ടു. TCS, ഇൻഫോസിസ് പോലെയുള്ള കമ്പനീസിൽ സെൽ ഓഫ് കണ്ടു. എന്നാൽ ഹീറോ മോട്ടോ കോർപ്പിൻ്റെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഹീറോ മോട്ടോ കോർപ്പ് ഗെയിൻ ചെയ്തു. കൂടാതെ തന്നെ സ്റ്റീൽ സെക്ടറും ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നമുക്ക് വരാം. ചാർട്ടിൽ കാണാം ഓൾമോസ്റ്റ് ഫ്ലാറ്റായ രീതിയിൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്തു. ആദ്യത്തെ ഹാഫ് ആൻ അവർ കനത്ത സെൽ ഓഫ് 23,360 സപ്പോർട്ട്, വീണ്ടും അതേ സപ്പോർട്ട് ടെസ്റ്റ് ചെയ്തു. അവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് 23,560 വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് 23,467 നിഫ്റ്റി ഇന്ന് ക്ലോസ് നടത്തിയിട്ടുള്ളത്. അതായത് ഇന്ന് HDFC ബാങ്ക് കനിഞ്ഞത് കൊണ്ട് ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റി പോലുള്ള ഫിനാൻഷ്യൽ സെക്ടേഴ്സ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എന്നാൽ റിലയൻസിൽ നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ ഒരു റാലി ഒന്നും കണ്ടില്ല. 0.5% റിലയൻസ് ഇടിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റ് പൊതുവെ മിക്സഡ് ആയിരുന്നു വിത്ത് നെഗറ്റീവ് സെന്റിമെന്റ്സ്. കൊറിയൻ മാർക്കറ്റ് മാത്രം പോസിറ്റീവിൽ അടച്ചു. സാംസങ്ങിന്റെ ഷെയർ ബൈബാക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ആണ് വിത്ത് നെഗറ്റീവ് സെന്റിമെന്റ്സ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ട് തന്നെയാണ്. ഗോൾഡ് $33 ഇന്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് ഉയർന്നിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ വൺ ലൈനിൽ നോക്കുമ്പോൾ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ഇന്ന് ഹിൻഡൽകോ, ഹീറോ മോട്ടോ കോർപ്പ്, ടാറ്റ സ്റ്റീൽ, M&M, HUL തുടങ്ങിയ കമ്പനീസും. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് IT കമ്പനിയായിട്ടുള്ള TCS, BPCL, ഇൻഫോസിസ്, ഡോക്ടർ റെഡ്ഡി, ട്രെൻഡ് തുടങ്ങിയ കമ്പനീസുമാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 91,800, ബ്രന്റ് ഓയിൽ 71, ഗോൾഡ് കാണാം $31 പെർ ഔൺസ് റാലി രേഖപ്പെടുത്തി. ഇന്ത്യ വിക്സ് ഇന്ന് പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് 3.5% സ്പൈക്ക് ചെയ്ത് 15.29. ഡോ ഫ്യൂച്ചർ കാണാൻ നെഗറ്റീവ്. ജപ്പാൻ മാർക്കറ്റ് 400 പോയിന്റ് ഇടിഞ്ഞു. ഓസ്ട്രേലിയ എന്നാൽ ഫ്ലാറ്റ് ആയിരുന്നു. കൊറിയ 48 പോയിന്റ് അഥവാ 2% ഉയർന്നു. ചൈന റെഡ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന UK മാർക്കറ്റ്, ഫ്രാൻസ് മാർക്കറ്റ്, ജർമ്മൻ മാർക്കറ്റ് മിക്സ്ഡ് ആണ് വിത്ത് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നേരെ ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഹൊനാസ കൺസ്യൂമേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ഇവിടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് മോശമായിരുന്നു. സ്റ്റോക്ക് ഇന്ന് 20% ഒരു ഇടിവ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു വർഷത്തിൽ താഴെയാണ് മാമ എർത്ത് എന്ന് പറഞ്ഞ കുട്ടികളുടെ ഡയപ്പർ പോലെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഹൊനാസ കൺസ്യൂമർ വന്നിരിക്കുന്നത്. ഇപ്പോൾ IPO പ്രൈസിൻ്റെ ഒക്കെ താഴെ പോയിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ കമ്പനീസായി ഇപ്പോൾ IPO പ്രൈസിൻ്റെ താഴെ പോകുന്ന കമ്പനീസ് ഇപ്പോൾ ഒരുപാടുണ്ട് ഈ ഒരു ഇടിവിൽ. IGL, MGL രാവിലെ നമ്മൾ ന്യൂസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കട്ട്, ബ്രോക്കറിംഗ് സ്ഥാപനങ്ങളുടെ ഡൗൺഗ്രേഡ് കാരണം വലിയൊരു ഫോള്. മുത്തൂറ്റ് ഫിനാൻസ് നല്ല റിസൾട്ടായിരുന്നു. കൂടാതെ തന്നെ AUM, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. സ്റ്റോക്ക് ഇന്ന് ഗെയിൻ ചെയ്തു. ജെഫ്രീസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. NTPC IPO ഓപ്പൺ ആയിട്ടുണ്ട്. ട്യൂസ്ഡേ ഇന്ന് IPO ഓപ്പൺ ആയിട്ടുണ്ട്. KPI ഗ്രീൻ അവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസാണ്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സും അതുപോലെ തന്നെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 1:1. ഒരു ഷെയർ ഉള്ള ആളുകൾക്ക് ഒരു ഷെയർ എക്സ്ട്രാ. ക്രോംപ്ടൺ ഗ്രേവ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 27% ഉയർന്നിട്ടുണ്ട്. ശില്പ മെഡിക്കെയർ കമ്പനി ഇവരുടെ പുതിയ മെഡിസിന് യൂറോപ്യൻ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. GMR എയർപോർട്ട് കമ്പനി ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്. എയർ ട്രാഫിക് പാസഞ്ചേഴ്സ് സിംഗിൾ ഡേ വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. IPOയിലേക്ക് വരുമ്പോൾ സിംഗ ലോജിസ്റ്റിക് IPO ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. 1.85x. കിറ്റെക്സ് ബോണസ് ഷെയർ നവംബർ 22 റെക്കോർഡ് ഡേറ്റ്. ITI കമ്പനിക്ക് മൈനിങ് ഓർഡർ കിട്ടി, 95 കോടി രൂപയുടെ ഓർഡർ. മനാവ ഫിനാൻസ് കമ്പനിക്ക് പിയാജിയോ വെഹിക്കിൾ
നമ്മൾ ആപ്പി എന്നൊക്കെ വിളിക്കുന്ന പിയാജിയോ വെഹിക്കിളായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട്. SBN 10,000 കോടി രൂപ റൈസ് ചെയ്തു, ഇന്ന് ഗെയിൻ ചെയ്തു. ടാറ്റ എൽഎക്സി കമ്പനി ഇവർ സുസുക്കിയായിട്ട് ഓഫ്ഷോർ പ്രൊജക്ട് പൂനെയിൽ ഇവർ കൊളാബറേറ്റ് ചെയ്തു. സ്കൈ ഗോൾഡ് 5% റാലി, ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് ഉയർത്തി. എംടാർ കമ്പനി ഇവർ ബ്ലൂം എനർജിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് ഉയർത്തി. കുറച്ച് തിരക്കാരനോണ്ടാണ് ഞാൻ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞിട്ടുള്ളത്. വിശദമായിട്ട് നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താൻ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.